മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, പ്രത്യേകാൽ മറ്റ് സെൽ ഗ്രൂപ്പുകളിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും, വിശേഷാൽ മിനി ചേച്ചി, എബിൻ ഫാമിലി, ഐവി ചേച്ചി, മെറിയൻ ചേച്ചി ഫാമിലി, ടോം, എല്ലാവരും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവനാമത്തിൽ എല്ലാവർക്കും വന്ദന സ്നേഹം അറിയിക്കുന്നു. സമയം 8:05 എന്ന് എനിക്കറിയാം. അധികം മുഷിപ്പിക്കത്തില്ല. വളരെ പെട്ടെന്ന് തന്നെ ഒരു ചെറിയ ചിന്ത പറഞ്ഞ് ഇരിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. പ്രാരംഭമായി ബിനോയ്ച്ചാനും ബെൻസിച്ചാനും ഒക്കെ ഓർപ്പിച്ച പോലെ എല്ലാ നഴ്സസിനും ഒരു ഹാപ്പി നഴ്സസ് ഡേ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്ന് ഞങ്ങളുടെ ഫെസിലിറ്റിയിൽ സംസാരിച്ച ഒരു കാര്യം ഇങ്ങനെ വന്നത്, ഫ്ലോറൻസ് നൈറ്റിംഗേൽ 1870 തോന്നുന്നു പുള്ളിക്കാരി. ഞാൻ പറഞ്ഞ ക്ലിയർ ആയിട്ട് കേൾക്കാലോ അല്ലേ? ഇല്ലെങ്കിൽ ഒന്ന് കൈ ബോക്സിൽ കാണിക്കണേ. ഓക്കെ ആണല്ലോ അല്ലേ? കേൾക്കാലോ? കേൾക്കാം. ഓക്കെ. അപ്പോൾ ഫ്ലോറൻസ് നൈറ്റിംഗേൽ 1870 ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ ഈ ചെയ്യുന്നതിന്റെ വില 150 വർഷം എടുക്കും ലോകം അറിയാൻ എന്ന് 1870 പറഞ്ഞു. 150 years from 1870 is 2020. which is true അല്ലേ? ഈ വർഷം നഴ്സസിന്റെ വില ലോകം ശരിക്കറിഞ്ഞു. COVID-19 എന്ന മാരകമായ ഈ ഒരു വൈറസിന് മുന്നിൽ സ്വയം മറന്നു, അല്ലെങ്കിൽ ഫാമിലി ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു, സ്വയം ഹെൽത്ത് എല്ലാം മറന്ന് നഴ്സസ് വർക്ക് ചെയ്ത ഒരു വർഷമാണിത്. ഏറ്റവും കൂടുതൽ റെക്കഗ്നൈസ് ചെയ്ത് നഴ്സസിനെ റെക്കഗ്നൈസ് ചെയ്ത വർഷവും കൂടിയാണ് 2020. ഇനിയിപ്പോൾ ഒരു നഴ്സ് എന്നതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു. ആൻഡ് വൺസ് അഗൈൻ ഹാപ്പി നഴ്സസ് ഡേ ടു ഓൾ ദ നഴ്സസ് ഔട്ട് ദേർ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ children, I know you're listening. I normally speak in English, but today I don't know, I just want to talk in Malayalam. But I will try to say a few words in English in between. I'll just, so you understand what I'm talking about. നമ്മുടെ എല്ലാവരും ശ്രദ്ധയെ യോബിന്റെ പുസ്തകം 42 അധ്യായം അതിന്റെ 5 വാക്യത്തിലേക്ക് നമുക്ക് തിരിക്കാം. ജോബ് ചാപ്റ്റർ 42 വേഴ്സ് 5. യോബിന്റെ പുസ്തകം 42 അധ്യായം 5 വാക്യം. ഞാൻ തന്നെ വായിക്കാം. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ന്യൂ കിങ് ജെയിംസ് വേർഷൻ. I have heard of you by the hearing of the ear, but now my eye sees you. യോബ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത്. So this is a statement made by Job, and we all know about Job, അല്ലേ? യോബിനെ പറ്റി നമുക്ക് വളരെ നന്നായി അറിയാം. ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. യോബ് എന്ന വ്യക്തി വളരെ സുപരിചിതമാണ് നമുക്ക്, അല്ലെ? യോബിനെ പറ്റി ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ, യോബിന്റെ പുസ്തകം 1-ാം അധ്യായം നാം നോക്കുകയാണെങ്കിൽ ഒരു ബ്രീഫ് ഇൻട്രോ അവിടെ കൊടുക്കുന്നുണ്ട്. ഒന്ന്, നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. ഈ 4 ഗുണങ്ങളും നമുക്കില്ലാത്തതിനായി സ്തോത്രം. വളരെ അല്ലെ, വളരെ ഗുണങ്ങളുള്ള ഒരു മനുഷ്യൻ. നമുക്ക് അത് പറയുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു ഇതായിട്ട് തോന്നും. 2, പുള്ളി ഒരു ധനികനായിരുന്നു. ഹി വാസ് എ റിച്ച് മാൻ. ഹി വാസ് എ റിയലി റിച്ച് മാൻ. നല്ലൊരു ധനികനായിരുന്നു. ആ 1-ാം അധ്യായത്തിൽ ഒരു വാക്ക് എന്നെ വളരെ സ്പർശിച്ചു. സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു. ഹി വാസ് എ ഗ്രേറ്റ് മാൻ. ഒരു മഹാനായിരുന്നു. അടുത്തത്, മുടങ്ങാതെ യാഗം അർപ്പിച്ചു പോന്നു, അല്ലേ? നമ്മളവിടെ കാണുന്നുണ്ട്, തന്റെ മക്കൾ പാപം ചെയ്യുമോ അല്ലെ ചെയ്യുന്നുണ്ടോ എന്ന് വിചാരിച്ച് അവർക്കും വേണ്ടി കൂടി പുള്ളി ഹോമയാഗങ്ങൾ അർപ്പിച്ചു പോന്നു എന്ന് 1-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നു. അതിന്റെ അർത്ഥം he did worship God regularly. Okay, so those are a few qualities about Job, positive things that I said. അപ്പം പക്ഷേ നമ്മൾ ആ 1-ാം അധ്യായത്തിന്റെ അവസാനത്തേക്ക് കാണുമ്പോൾ ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്, അല്ലേ? Say for example, someone wins a lottery or a lotto. He won a $20 million, and the very same day he loses all the $20 million. You can imagine how that person is going through, like what would be the mindset of that person. So Job had everything. He was famous, he had fame, he was a real good man in the sight of God, he was a very good believer, I would say. And he had money too. He was wealthy, he had 10 kids, very happy family. But all of a sudden he loses everything. ഒരു നിമിഷം കൊണ്ട് എല്ലാം തന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ താൻ പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് വളരെ വളരെ ശ്രദ്ധേയമാണ്. ഒന്ന്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Job 1:22, he says, God has given me and he's taken it, let his name be glorified. ഇതാണ് യോബിന്റെ ഒരു നക്ഷൽ നാം നോക്കി കഴിഞ്ഞാൽ യോബ് എന്ന വ്യക്തി. എന്നാൽ നമുക്ക് ഇന്ന് യോബിനോട് ചോദിക്കാം, യോബ്, നിന്റെ ഈ പരീക്ഷണങ്ങളിൽ അല്ലെങ്കിൽ ഈ ട്രയൽസ്, the trials that you faced, Job, if you ask Job, what did you learn out of this? ഈ പരീക്ഷണങ്ങളിൽ കൂടി യോബ് നീ എന്താണ് പഠിച്ചത്, അല്ലെ നിനക്ക് എന്താണ് മനസ്സിലാക്കിയത്? നമുക്ക് യോബിനോട് ചോദിച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ അതൊരു 5-6 പോയിന്റ്സ് ആയിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. അത് പെട്ടെന്ന് പറഞ്ഞ് ഇരിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. The first one, point number 1 is God knows. Okay, ദൈവം എല്ലാം അറിയുന്നു. 1-ാമത്തെ പോയിന്റ്. നമുക്കറിയാം, ഇങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് കടന്നു വന്നാൽ,
അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു, നമുക്ക് ആദ്യം ഉണ്ടാകുന്ന ഒരു സെൻസ് ഓഫ് ഐസൊലേഷൻ ആണ് അല്ലേ? ഒരു ഒറ്റപ്പെടലിന്റെ അവസ്ഥ നമുക്ക് വരും. നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുഞ്ഞുങ്ങളെല്ലാം മരിച്ചുപോയി, ഉണ്ടാകുന്ന സമ്പത്ത്, സ്വത്ത് എല്ലാം നഷ്ടപ്പെട്ടു. ഒരു നിമിഷത്തിൽ നമുക്ക് പെട്ടെന്ന് എന്താ പെട്ടെന്ന് പല പല മാനുഷികമായ നിലയിൽ പല ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഒറ്റപ്പെടുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കണം, നമ്മൾ ആ 1-ാമത്തെ അധ്യായത്തിൽ ഒരു കുറെ ബിഹൈൻഡ് ദ സീൻസ് നമുക്ക് കാണാൻ പറ്റും. വി ക്യാൻ സീ എ ലോട്ട് ഓഫ് ബിഹൈൻഡ് ദ സീൻസ് conversation that's happening in the chapter 1 between God and Satan, which Job doesn't know that it happened. Yeah, there was a conversation between God and Satan that was happening. Even though Job didn't know, or he didn't expect that was going to come into his life, God knew clearly what was happening. Yeah, because when Satan went and asked God, that I'm going to afflict Job, God gave him permission. God knew that this was going to happen. Okay. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 6-7 വാക്യത്തിൽ ഇങ്ങനെ വായിക്കും. നിങ്ങൾ എടുക്കണ്ട, ഞാൻ വായിച്ചോളാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 2 കാശിന് 5 കുരികിലിനെ വിൽക്കുന്നില്ലയോ, അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല. നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരികിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവർ. ആമേൻ. ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ദാറ്റ്സ് വാട്ട് ഐ എം കമ്മിങ് ടു. സോ ഗോഡ് നോസ് എവറിത്തിങ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാം, നമ്മൾ നോ വൺ നോസ് വാട്ട് ഐ എം ഗോയിങ് ത്രൂ, നോ വൺ അണ്ടർസ്റ്റാൻഡ്സ് മൈ സിറ്റുവേഷൻ, അല്ലെ? എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഞാൻ കടന്നു പോകുന്ന സാഹചര്യം എന്താണെന്ന് എനിക്ക് ആരും മനസ്സിലാക്കുന്നില്ല നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവം എല്ലാം അറിയുന്നുണ്ട്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ വായിക്കുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായ പരീക്ഷിക്കണമെന്നത്രയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ വായ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തോടെ ചെല്ലുക. നമ്മുടെ കർത്താവിന് എല്ലാം അറിയാം, ദൈവം എല്ലാം അറിയുന്നു, അല്ലെ? യോബിന് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് യോബ് മനസ്സിലായി കാണത്തില്ല, അല്ലെ? ഹി വാസ് റിയലി അൺഅവെയർ ഓഫ് വാട്ട് വാസ് ഹാപ്പനിങ് അറൗണ്ട് ഇറ്റ്. But the good thing is he did not react the way the Satan thought he would. Satan thought he was going to go, bonkers, but no, he didn't do that. അല്ലെ? യോബ് അതൊരു എടുത്തു പറയേണ്ടതൊക്കെ ഒരു ക്വാളിറ്റിയാണ്. യോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ദൈവത്തെ ശപിക്കുന്നതിന് പകരം യോബ് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ ഉണ്ട്. തന്റെ ഭാര്യയോട് പറയുന്നുണ്ട്, അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ എന്നോട് സംസാരിക്കുന്നു, നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും യോബ് ഹതരങ്ങളാൽ പാപം ചെയ്തില്ല, അല്ലെ? So that is a very good statement that we need to understand or know about Job. Satan thought he would curse God, but he didn't. He said, if God can give us good, why can't we take bad as well? That's a very good attitude that we can learn from. So lesson 1 is God knows. Moving on to lesson number 2, God limits the trial. Okay, God limits the trial. ദൈവം പരീക്ഷകൾക്ക് ഒരു പരിധി വെച്ചിട്ടുണ്ട്, അല്ലേ? നമുക്ക് സഹിച്ചുകൂടാതെ വണ്ണം നമ്മളെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന കർത്താവല്ല, അല്ലെ? നമുക്ക് സഹിപ്പാൻ കഴിയാത്തൊന്നും ദൈവം തരത്തിലാന്ന് ലേഖനങ്ങളിൽ നാം വായിക്കുന്നു, അല്ലെ? ദൈവം സാത്താന് യോബിനെ തൊടാൻ അവസരം കൊടുത്തപ്പോഴും ദൈവം ഒരു പരിധി വെച്ചിട്ടാണ് കൊടുത്തത്, അല്ലെ? ആദ്യം സാത്താൻ പറഞ്ഞു, ഓക്കെ, നീ അവനെ പരീക്ഷിച്ചോ, പക്ഷെ അവന്റെ ആരോഗ്യത്തെ തൊടരുത്, അവന്റെ ശരീരത്തെ തൊടാൻ പാടില്ല. രണ്ടാമത് സാത്താൻ വീണ്ടും ചോദിച്ചു പറഞ്ഞു, ഓക്കെ, ആരോഗ്യത്തെ തൊടാം, പക്ഷെ അവന്റെ പ്രാണനെ തൊടാൻ പാടില്ല, അല്ലെ? ഗോഡ് ഹാസ് സെറ്റ് എ ബൗണ്ടറി there. ദൈവം അവിടെ ഒരു പരിധി വെക്കുകയാണ് for Satan. Even though Job knew nothing about the conversation that happened between God and Satan, and he didn't know anything about the limits that God had imposed, on Satan, but God knew everything. So there is a limit that God has set for trials and temptations to happen in our lives. When we find ourselves in the midst of great adversity, we must always keep in mind that there may have been a similar behind the scene conversation between God and Satan. അല്ലെ? നമ്മളും ഇതുപോലൊരു സാഹചര്യത്തിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം അറിയാത്ത ഒരു ബിഹൈൻഡ് ദ സീൻ കോൺവെർസേഷൻ സ്വർഗത്തിൽ നടന്നിട്ടുണ്ട്, അല്ലെ? പിശാച് അവരെ പരീക്ഷിക്കാൻ ദൈവത്തോട് അനുവാദം ചോദിച്ചിട്ടുണ്ടാവും. ദൈവം പറഞ്ഞാടും, ഓക്കെ, ഞാൻ അനുവാദം തരുന്നു, പക്ഷേ ഇവിടം വരെ, ദിസ് ഇസ് ദ ബൗണ്ടറി, ദിസ് ഇസ് ദ ലിമിറ്റ്, യു കനോട്ട് ഡു ദിസ്, ബട്ട് ഐ എം ലെറ്റിംഗ് യു ടു ട്രൈ ടെസ്റ്റ് ഹിം. നാം അറിയേണ്ട ഒരു കാര്യം, ദൈവം ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് ആ ദൈവം പോവാൻ. ദൈവം ഒരു സാഡിസ്റ്റ് അല്ല, അല്ലെ? നമ്മൾ സഹിക്കുന്നത്, നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത്, നമ്മൾ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്ന കണ്ട് ചിരിക്കാൻ ഒരു സാഡിസ്റ്റ് ആയിട്ടുള്ള ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്. ഹി നോസ്. വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം ഉറങ്ങുമ്പം പിശാച് ബാക്കിയോട് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നു, അതുമല്ല. ദൈവം ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങിയില്ല, മയങ്ങിയില്ല, അല്ലെ? ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാക്ക് പിന്നെ ആവർത്തിക്കുന്നു,
always remember that God is in control. Whatever happens in our lives, God knows. So what was the second lesson? God limits the trial. അല്ലെങ്കിൽ ദൈവം പരീക്ഷകൾക്ക് ഒരു പരിധി വെച്ചിരിക്കുന്നു. ലെസൺ നമ്പർ 3, മൂന്നാമത്തെ കാര്യം, സീക്ക് ഗ്രോത്ത് നോട്ട് വിൻഡിക്കേഷൻ. ഓക്കെ, വളർച്ച ആഗ്രഹിക്കുക. സ്ഥാപിച്ചുറപ്പിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ നമ്മുടെ പോയിന്റ്സ് സ്ഥാപിക്കുന്നതിന് പകരം, നമ്മുടെ നിഷ്കളങ്കത്വം തെളിയിക്കുന്നതിന് പകരം നാം എന്ത് ചെയ്യണം? സീക്ക് ഗ്രോത്ത്. നമ്മൾ വളർച്ച ആഗ്രഹിക്കണം, അല്ലെ? യോബ് 30-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും 9-ാം വാക്യവും ഇങ്ങനെ വായിക്കുന്നു: ഇപ്പോഴോ എന്നിലും പ്രായം കുറഞ്ഞവർ എന്നെ നോക്കി ചിരിക്കുന്നു. 9-ാം വാക്യം, ഇപ്പോഴോ ഞാൻ അവരുടെ പാട്ടായിരിക്കുന്നു, അവർക്ക് പഴഞ്ചൊല്ലായി തീർന്നിരിക്കുന്നു. യോബിനെ നോക്കി ആൾക്കാരെ കളിയാക്കാൻ തുടങ്ങി. അവന്റെ കൂട്ടുകാർ അവനെ ചൊല്ലി പുച്ഛിക്കാൻ തുടങ്ങി. അന്നേരം യോബ്, നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് പറയും? യോബും ഒരു പരിധി വരെ അവിടെ ശ്രമിച്ചു. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ നിഷ്കളങ്കത്വം, നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും, അല്ലെ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അത് അങ്ങനെയല്ല സംഭവിച്ചത്, അതെന്താന്ന് എനിക്കറിയില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. ഓക്കെ, ബട്ട് വാട്ട് വി നീഡ് ടു ലേൺ ഈസ്, ഡോണ്ട് ട്രൈ ടു പ്രൂവ് യുവർ സെൽഫ്, ബട്ട് യു ട്രൈ ആൻഡ് സീക്ക് ഹൗ ക്യാൻ ഐ ഗ്രോ ഇൻ ദി സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എങ്ങനെ വളരാൻ സാധിക്കും? എന്താണ് ഞാൻ ഇതിൽ നിന്ന് പഠിക്കേണ്ടത് എന്ന് നാം ചിന്തിക്കുക. That's what we need to learn. If you look at Elihu, his friend, they try to accuse him, and Job was so certain of his innocence and of the injustice of his afflictions, and he was trying to prove that, but he was unable to see the areas that needed growth in his life while he was trying to prove himself. Again, God has reasons for allowing whatever happens in our lives. Amen. നമുക്കറിയാം, എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: കർത്താവ് യേശുക്രിസ്തുവും പരീക്ഷിക്കപ്പെട്ടതാണ്, അല്ലെ? പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. കർത്താവും ഈ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നതാണ്. ഹി ഓൾസോ വെന്റ് ത്രൂ. പുത്രനെങ്കിലും അവൻ കഷ്ടം അനുഭവിച്ചു, അല്ലെ? അത് കർത്താവും അതിൽ കൂടെ കടന്നു പോകുന്നതാണ്. ഈവൻ ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ് ലേൺഡ് ബൈ ദ തിങ്സ് ഹി സഫേർഡ്. സോ അതുപോലെ നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവമക്കളായിരിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ചില പ്രൂണിങ് ദൈവം തരും, അല്ലെ? ചില ചെത്തലുകൾ കർത്താവ് തരും. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ 2-ാമത്തെ ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു: എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവർ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കുന്നതിന് ചെത്തി പിടിപ്പാക്കുന്നു. ചില സമയത്ത് ചില ചെത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരും. അതെന്തിനാന്ന് ചോദിച്ചാൽ പഠിക്കാനാണ്. It is for us to grow. God prunes us at times for us to grow. And what we need to do, not to be vindicative, but to learn from that situation and see where can I grow. That's what we need to learn. Okay, moving on, lesson number 4. നാലാമത്തെ കാര്യം നാം യോബിനോട് ചോദിച്ചാൽ യോബ് പറയുന്ന നല്ല കാര്യം, the why often proves elusive. അല്ലെങ്കിൽ എന്തിനെന്ന ചോദ്യം അവ്യക്തമാണ്, അല്ലെങ്കിൽ അപ്രസക്തമാണ്, അല്ലെ? പലപ്പോഴും നമുക്കും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദൈവമേ, എന്തുകൊണ്ട് എനിക്കത് സംഭവിച്ചു? There is no answer, അല്ലേ? ഞാൻ യോബിന്റെ കാര്യം നിങ്ങൾ എടുത്തു നോക്കിയേ. എന്തെങ്കിലും തെറ്റാ മനുഷ്യൻ ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യനാണ്, നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷമിട്ടാക്കൽ, വളരെ നല്ലൊരു ജീവിതം നയിക്കുന്ന മനുഷ്യൻ. പണക്കാരനായിരുന്നെങ്കിൽ പോലും ദൈവത്തെ പ്രാർത്ഥിക്കുകയും, അല്ലെ, യാഗം കഴിക്കുന്നു, വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് ചോദിക്കാൻ റൈറ്റ് ഉണ്ട്, അല്ലെ? ദൈവം എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? അദ്ദേഹത്തിന് വന്ന കഷ്ടങ്ങൾ വളരെയാണ്. പക്ഷെ ആ ഒരു ചോദ്യം അപ്രസക്തമാണ്. കാരണം എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് അതിന്റെ പിന്നിൽ ഉദ്ദേശമുണ്ട്, അല്ലെ? അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് അവരോട് യോബിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യോബ് 4-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ. അവര് യോബിനെ എന്ത് ചെയ്യാൻ പറയാ? അവനോട് പറയാണ്, നീ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കത്തില്ല. ആ വാക്യം നമ്മൾ വായിച്ചു നോക്കണം, മനസ്സിലാക്കാൻ കഴിയും. ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവനാർ, നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ. 8-ാം വാക്യം, ഞാൻ കണ്ടിടത്തോളം അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവർ അത് തന്നെ കൊയ്യുന്നു. എന്ന് പറഞ്ഞാൽ നീതിമാനായിട്ടിരുന്ന അല്ലെങ്കിൽ നിർദോഷിയായിരുന്ന ആരും നശിച്ചിട്ടില്ല. എന്തെങ്കിലും നിനക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകെ നീ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അവന്റെ കൂട്ടുകാര് യോബിനെ പഠിക്കാൻ പറഞ്ഞത്. പക്ഷെ യോബിന് ഉറപ്പായിരുന്നു തന്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്നുമില്ല, അല്ലെ? ഒരു ഡേർട്ടി സീക്രറ്റ്, there was nothing. Job was sure there was nothing hidden, no, there was no dirty secret in his life that has caused the affliction in his life, while his friends were trying to prove or say that you have done something wrong. But Job had a clear conscience to say that, no, I didn't do anything wrong. That this is one of the great things that is hard for us to accept even, the question why did this happen to me? I've done nothing wrong, but God, why do I have to go through all of this?
that question is elusive. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 7, 8, 9 വാക്യം ഞാൻ വായിക്കുന്നു. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. പൗലോസിന്റെ വാക്കുകളാണത്. അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 പ്രാവശ്യം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്നെ മേൽ ആവസിക്കേണ്ടത് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകൾ പ്രശംസിക്കും. പൗലോസിന്റെ ഒരു വാക്കാണ് നമ്മളിവിടെ കണ്ടത്. He had a problem in his life. Paul had a problem in his life. You know, if you look at Paul, he's nowhere near to what we are. He's somewhere up, maybe after Jesus, I would say, always, we can place him there. 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടവൻ. He was taken up to the 3rd heavens. He was such a saint. But he had a trouble in his life, which he prayed for 3 times. And God said, no, I'm not going to heal you. വേദപഠിതാക്കൾ പറയുന്ന അദ്ദേഹത്തിന് അപസ്മാരം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ചിലർ പറയുന്നത് അദ്ദേഹത്തിന് കാഴ്ച കുറവുണ്ടായിരുന്നു. അങ്ങനെ എന്തോ ഒരു രോഗം, ശാരീരിക രോഗമാണ്. അതിന്റെ എവിഡൻസുകളുണ്ട്, 1-2 വാക്യങ്ങളുണ്ട്, ഞാൻ അത് എടുക്കുന്നില്ല, ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്, വേദപഠിതാക്കൾ പറയുന്നത്. പക്ഷേ ദൈവം അദ്ദേഹത്തിന് ഒരു സൗഖ്യം കൊടുത്തില്ല. പക്ഷെ ദൈവോട് പറയുന്നത്, എന്റെ കൃപ നിനക്ക് മതി, ഈ ഒരു പ്രശ്നം തരണം ചെയ്യുവാൻ എന്റെ കൃപ നിനക്ക് മതി. യു ക്യാൻ ഓവർകം ദിസ് ട്രയൽ ബിക്കോസ് ഓഫ് മൈ ഗ്രേസ് ആൻഡ് ദാറ്റ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. അല്ലെ, ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കും, അല്ലെ? ഒരു യാക്കോബിന് അനുഗ്രഹം കിട്ടാനായിട്ട് ഇസഹാക്ക് അന്ധനാവണം, അല്ലെ? ഇസാക്കിന് കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ ഇസാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുമോ? ഇല്ല, ഏശാവിനെ അനുഗ്രഹിക്കുള്ളൂ, അല്ലെ? ഏശാവാന്ന് വിചാരിച്ചാണ് യാക്കോബിനെ ഇസാക്ക് അനുഗ്രഹിക്കുന്നത്. ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിപ്പെട്ട കാര്യമാണ്. എസ്തേറിന്റെ മാതാപിതാക്കന്മാർ ചെറുപ്രായത്തിൽ മരിച്ചുപോയി. അത് അവളുടെ ചിറ്റപ്പനാണ് എടുത്ത് വളർത്തിയത്. അത് ദൈവത്തിന്റെ പ്ലാനുള്ള. ചിറ്റപ്പൻ വളർത്തിയാലേ അവളെ കൊട്ടാരത്തിൽ എത്തുള്ളൂ. പിൽക്കാലത്ത് യഹൂദന്മാരുടെ റിഡംഷന് വേണ്ടിയിട്ട് എസ്തേറിനെ ദൈവം ഉപയോഗിക്കത്തുള്ളൂ. എല്ലാം സംഭവിക്കുന്നതിന് പിന്നിൽ നമുക്കൊരു വൈ എന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ അതിന് ഉത്തരം കിട്ടത്തില്ല. പക്ഷെ ദൈവത്തിന് അതിനെല്ലാം ഒരു വ്യക്തമായ പ്ലാനിങ്ങും പർപ്പസും ഉണ്ട്. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, there are many whys that we will never know, but God has a plan for everything. So that is point number 4. The why often proves elusive. അല്ലെങ്കിൽ എന്തെന്ന ചോദ്യം അപ്രസക്തമാണ്. Point number 5. Trust in the face of anguish. വേദനയുടെ അനുഭവത്തിലും അനുസരിക്കുക അല്ലെങ്കിൽ ആശ്രയിക്കുക. യോബിന്റെ അവസ്ഥ നമുക്കറിയാം. വളരെ desperate ആയ ഒരു സിറ്റുവേഷൻ. He was very despair. He was in despair. His whole life was turned upside down. He had lost everything. He was very frustrated because he could not make sense out of his trials, as I said before. പക്ഷേ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് വെരി പ്രൊഫൗണ്ട്. നമ്മളെല്ലാവരും പലരും വായിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. യോബിന്റെ പുസ്തകം 13-ാം അധ്യായം 15-ാം വാക്യം. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എന്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കും. That is a trust that Job had in God. He said, though he slay me, yet I will trust him. Job trusted him blindly. Job trusted God blindly. ആ ഒരു ആശ്രയമാണ് നമുക്ക് ആവശ്യം. യോബിന്റെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 6, 8, 14 വാക്യങ്ങൾ. ദൈവം എന്നെ മറിച്ചു കളഞ്ഞു, തന്റെ വലയിൽ എന്നെ കുടുക്കിയിരിക്കുന്നു എന്ന് അറിവീൻ. യോബ് പറയുന്ന വാക്കുകളാണിത്. എനിക്ക് കടന്നുകൂടാതെ വണ്ണം അവൻ എന്റെ വഴികളെ കെട്ടിയടച്ചു, എന്റെ പാതകൾ ഇരുട്ടാക്കിയിരിക്കുന്നു. എന്റെ ബന്ധുജനം ഒഴിഞ്ഞുമാറി, എന്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നെ മറന്നു കളഞ്ഞു. ഇതാണ് 19-ാം യോബ് പറയുന്ന തന്റെ സിറ്റുവേഷൻ ആണ്. ജോബ് ഇസ് ടോക്കിംഗ് അബൌട്ട് ഹിസ് സിറ്റുവേഷൻ there. പക്ഷെ എന്റെ താഴോട്ട് വരുമ്പോൾ 25-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. That is a trust that Job had. 27-ാം വാക്യം, ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എന്റെ സ്വന്തം കണ്ണ് അവനെ കാണും, എന്റെ അന്തരംഗം എന്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു. യോബിന്റെ ഒരു ട്രസ്റ്റ് ആണ് നമ്മൾ അവിടെ കാണുന്നത്, എന്റെ ആശ്രയമാണ്. ഇതെല്ലാം എന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും എന്നാണ് യോബ് പറയുന്നത്. സോറി. സാത്താൻ ഒരുപക്ഷെ മനസ്സിലാകാഞ്ഞത് യോബിന്റെ ഒരു മോട്ടീവ് ആയിരിക്കും, അല്ലെ? യോബിന്റെ ഒരു മോട്ടീവ് സൈത്താൻ ഒരുപക്ഷെ ഒരിക്കലും മനസ്സിലാക്കാതില്ല. സാത്താൻ വിചാരിച്ചിരുന്നൊരു കാര്യം, യോബിനെല്ലാം ഉള്ളപ്പം ദൈവത്തെ സ്നേഹിക്കും, അല്ലെ? തനിക്ക് സമ്പത്ത്, കുഞ്ഞുങ്ങൾ എല്ലാം സന്തോഷം ആയിരിക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് യോബ് ദൈവത്തെ സ്നേഹിക്കുന്നതെന്നായിരിക്കും സാത്താൻ ഒരുപക്ഷെ ചിന്തിച്ചിരുന്നത്. അതുകൊണ്ടായിരിക്കാം സാത്താൻ ദൈവത്തിനടുത്ത് പോയി പറഞ്ഞത്, ദൈവമേ ഇവനെല്ലാം ഉള്ളതുകൊണ്ടായിരിക്കും നിന്നെ ഇപ്പൊ ഭയങ്കര ഇതായിട്ട് ചെയ്തിരിക്കുന്നത്, ഞാനൊന്ന് അവനെ പരീക്ഷിച്ച് നോക്കട്ടെ, അന്നേരം നമുക്കറിയാം എന്ന് വിചാരിച്ചു. സാത്താന്റെ എല്ലാ പ്ലാനുകളെയും തകിടം മറിച്ചുകൊണ്ടാണ് യോബിന്റെ ജീവിതം നമ്മളെ കാണിക്കുന്നത്, അല്ലെ? സാത്താൻ ചിന്തിച്ചൊന്നും അല്ല നടന്നത്. യോബ് തന്റെ വളരെ ലോയൽ ആയിട്ടുള്ള അവസ്ഥയിൽ പോലും
യോബ് ദൈവത്തെ തള്ളി പറഞ്ഞില്ല അല്ലെ. ഹി ട്രസ്റ്റഡ് ഇൻ ഗോഡ്. ദാറ്റ് ഇസ് ലെസൺ നമ്പർ 5. Now the last lesson is we emerge when we learn what God is teaching. ഓക്കെ, ദൈവം നമ്മെ എന്താണ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നാം മനസ്സിലാക്കുമ്പോൾ തൊട്ട് നാം ഉയരാൻ തുടങ്ങും, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നത്തിൽ നമ്മൾ പുറത്തു വരാൻ തുടങ്ങും. ഓക്കെ, സോ വി എമേർജ് വെൻ വി ലേൺ വാട്ട് ഗോഡ് ഈസ് ടീച്ചിങ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോന്ന് തരുമ്പോൾ നമ്മളെ ഓരോന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം തരുന്നത്. യോബിനെ ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം ഈ ഒരു പരീക്ഷ ദൈവം കൊടുത്തത് അല്ലെ. ഹീസ് പ്രിപ്പയറിങ് അസ് ഫോർ ദൈവത്തിന്റെ ഒരു പോളിസി. ഇപ്പൊ നമ്മളിവിടെ സ്കൂളുകളുണ്ട്, ഓസ്ട്രേലിയയിൽ സ്കൂളുകളുണ്ട് അല്ലെ. എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നു, ഗ്രാജുവേറ്റ് ചെയ്യുന്നു, പക്ഷെ എല്ലാവരും പഠിക്കുന്നത് ഒരേ കാര്യമാണോ? അല്ല, പല കാര്യങ്ങളാണ്. ഒരു കാര്യത്തിൽ നിന്ന് പല കാര്യങ്ങൾ, പല ലെസൺസ്, പല മോറൽസ് ആണ് ആൾക്കാർ എടുക്കുന്നത്. ദേ ടേക്ക് ഡിഫറെന്റ് തിങ്സ്. പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ അങ്ങനെയല്ല. ദൈവത്തിന് പെർഫെക്റ്റ് ക്ലിയർ മോട്ടീവ്സ് ഉണ്ട്. ഹി ഹാസ് ക്ലിയർ ലെസൺസ് ടു ടീച്ച് us, and to teach that to us, he will take us through a journey. അല്ലെ, അതാണ് ദൈവം ഇവിടെ ചെയ്തത്. ഗോഡ് വാണ്ട്സ് us to teach something clear. നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം, യോബിന്റെ ഒരു കാര്യം സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. he was a very good man, but there was something, he had a flaw. അല്ലെ, ഒരു പ്രശ്നം യോബിനുണ്ടായിരുന്നു. 32-ാം അധ്യായത്തിന് 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, അങ്ങനെ യോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നിയത് കൊണ്ട്, Job, he justified himself rather than God. That was one thing that Job did. Okay, യോബ് തന്നെ താൻ നീതിമാനായി കണ്ടു. ആ ഒരു ഭാഗമാണ് ദൈവം ഒരു ഫ്ലോ ആയിട്ട് കണ്ടത്. പിന്നെ അതിന്റെ അവസാനത്തേക്ക് നാം വരുമ്പോൾ 42-ാം അധ്യായത്തിന് 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യോബിന്റെ ഒരു റിയലൈസേഷൻ ആണ്. ദിസ് ഇസ് വാട്ട് ഹി ലേൺഡ്. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. ഇല്ലേ, സെൽഫ് ജസ്റ്റിഫിക്കേഷൻ ഉണ്ടായിരുന്ന ഒരാൾ, അല്ലെങ്കിൽ സ്വയം നീതിമാൻ എന്ന് കരുതുന്ന ഒരാൾ അവസാനത്തേക്ക് വരുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്? ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു എന്ന് യോബ് പറയാറുണ്ട്. ചില കഷ്ടം കൂടി ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെ 2 കാര്യങ്ങൾ പഠിപ്പിക്കാനാണ്. ഒന്ന്, നാം ആരാണ് എന്ന് നമുക്കൊരു ബോധ്യം വേണം. 2, ദൈവം ആരാണെന്നൊരു ബോധ്യം നമുക്ക് വേണം. ഈ 2 കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് ദൈവം ചിലരിൽ കൂടെ നമ്മൾ കടത്തിവിടുന്നത്. തനിക്ക് തന്നെ നീതിമാനായി തോന്നുന്നൊരു യോബ് വെസസ് ഞാൻ ഒന്നുമല്ല എന്ന അല്ലെ, എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാർത്ത. He had a self realization there. He thought he was something, but later on he realized I'm nothing. Second thing, ദൈവം ആരാണെന്നൊരു ബോധ്യം അല്ലെ. Who is God? ആദ്യം അവിടെ പറയുന്നുണ്ട്, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, പക്ഷെ ഇപ്പോഴോ എന്റെ കണ്ണുകളാൽ ഞാൻ കാണുന്നു. അല്ലെ, നമ്മുടെ കുറിവാക്യം നാം വായിച്ചു, ഞാൻ നിന്നെക്കുറിച്ച് കേൾവി മാത്രമേ കേട്ടുള്ളൂ, പക്ഷെ ഇപ്പോൾ ഞാൻ കാണുന്നു. ദൈവത്തിന്റെ ഒരു പ്ലാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യോബിനെ ദൈവം ആരെന്ന് കാണിക്കാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നു. ഗോഡ് വാണ്ടഡ് ടു ഷോ ഹിം. അവനെ നേരിൽ കാണാൻ, അനുഭവിക്കാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടായിരുന്നു. സോ 2 കാര്യങ്ങളാണ് ദൈവം നമ്മളെ കഷ്ടതയിൽ കൂടി കടത്തി വിടുമ്പോൾ നാം ചിന്തിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മളെ തന്നെ ഒന്ന് അറിയാൻ, ടു നോ ourselves better. Number 2, to know God better. ഇതാണ് 2 കാര്യങ്ങൾ. യാക്കോബിനെ യാബോക്കിന്റെ കടവ് വെച്ച് ദൈവം ഒരു മൽപ്പിടുത്തം നടത്തുകയാണ് അല്ലെ. അവിടെ ദൈവം ചോദിക്കുന്ന ചോദ്യമുണ്ട്, യാക്കോബെ നിന്റെ പേരെന്താണ്, അല്ലെങ്കിൽ നിന്റെ പേരെന്താണ് എന്ന് ചോദിക്കുന്നു. അപ്പം ജേക്കബ് ഈസ് കമ്മിങ്. ദൈവത്തിന് യാക്കോബിന്റെ പേര് അറിയാൻ വേണ്ടിയിട്ടാണോ? ഒരിക്കലും അല്ല. ദൈവത്തിന് ഇല്ലേ, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ അറിയുന്ന കർത്താവാണ്. അപ്പം ദൈവം അവിടെ ചോദ്യം ചോദിക്കുമ്പം വാട്ട് ഗോഡ് വാണ്ട്സ് ഇസ്, ദൈവത്തിന് യാക്കോബിനെ കൊണ്ട് പറയിപ്പിക്കണം. ഹി വാണ്ട്സ് ജേക്കബ് ടു അഡ്മിറ്റ് അല്ലെ, എന്റെ പേര് യാക്കോബ് എന്നാണ്. അതിന്റെ അർത്ഥത്തിലുള്ള ഞാനൊരു ഉപായിയാണ് അല്ലെ. അത് ദൈവത്തിന് സമ്മതിക്കണം. യാക്കോബ് സമ്മതിക്കാൻ വേണ്ടിയാണ് ദൈവം ആ ഒരു യാബോക്കിന്റെ കടവിൽ ഒരു കോൺഫ്ലിക്റ്റ്, ആ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്നത്. യാക്കോബ് അത് സമ്മതിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? തന്റെ പേര് ഇസ്രായേലാക്കി മാറ്റി. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, ഒരു ലെസൺ നമ്മളെ പഠിപ്പിക്കാനുണ്ട്. അത് നാം പഠിക്കുക. നാം ആരാണെന്നും ദൈവം ആരാണെന്നും ഉള്ളൊരു ബോധ്യം ക്ലിയർ ആയി നമുക്കുണ്ടാണ്. യോബിന് ആ ഒരു ബോധ്യം അവസാനത്തേക്ക് വന്നു. താൻ ഒന്നുമില്ലെന്ന് ഏറ്റു പറഞ്ഞു. തന്റെ കൂട്ടുകാർക്ക് വേണ്ടി, തന്നെ പഴി പറഞ്ഞ കൂട്ടുകാർക്ക് വേണ്ടി താൻ പ്രാർത്ഥിച്ചു. ദൈവം തന്റെ സ്ഥിതി മാറ്റി. ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ. സമയം ഓൾമോസ്റ്റ് 8:30 ആയല്ലോ. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ പ്രശ്നങ്ങൾ എല്ലാം ദൈവം അറിയുന്നു. നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം ഇതെല്ലാം നമ്മളെ ചെയ്യുന്നത്. ഈ ഒരു കാര്യം ദൈവം ചെയ്യുന്നത്. പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു, എൻ മൊഴി കേൾപ്പാൻ ഭൂവിൽ കാതില്ലെങ്കിലും ചെമ്മയായി തുറന്നൊരു കാതെനിക്കുണ്ട് സ്വർഗത്തിൽ. അല്ലെ, മാനുഷികമാം കൈകൾ താണു പോകുമ്പോൾ ക്ഷീണിക്കാത്ത കൈ എനിക്കുന്നുണ്ട് സ്വർഗത്തിൽ. മാനുഷികമായ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ തകർന്ന് വീഴുന്നു നാം തോന്നുമ്പോൾ
ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. കർത്താവ് എല്ലാം അറിയുന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ദൈവത്തിന് ഇങ്ങനെ വായിക്കുന്ന അനവധി കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യം ആക്കേണ്ടവരാണ് അല്ലെ. യോബിന്റെ ജീവിതം പഠിച്ചാൽ അദ്ദേഹം വളരെ കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയി. അവസാനം ഹി ഗോഡ് ബ്ലെസ്ഡ് ഹിം അല്ലെ, ഇരട്ടി അനുഗ്രഹിച്ചു. നമ്മളും നമ്മുടെ ഈ പരദേശി മോക്ഷയാത്രയിൽ നാം കടന്നു പോകുമ്പോൾ അനവധി കഷ്ടങ്ങൾ കൂടെ നാം കടന്നുപോയി ദൈവരാജ്യം അവകാശമാക്കേണ്ടവരാണ് അല്ലെ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, താൻ കൊള്ളാവുന്നതിനാഴ്ചകളിന് ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഭാഗത്തും ചെയ്ത് ജീവകീടം പ്രാപിക്കും. ഞാൻ ഈ പറഞ്ഞ 6 ലെസൺസ് ഒന്നുകൂടെ സമ്മറൈസ് ചെയ്തിട്ട്, ലെസൺ 1 ഗോഡ് നോസ്, അല്ലെങ്കിൽ ദൈവം എല്ലാം അറിയുന്നു. ലെസൺ 2 ഗോഡ് ലിമിറ്റ്സ് ദ ട്രയൽ, ദൈവം പരീക്ഷകൾക്ക് ഒരു പരിധി വെച്ചിട്ടുണ്ട്. 3 സീക്ക് ഗ്രോത്ത് നോട്ട് വിൻഡിക്കേഷൻ, വിച്ച് ഇസ് വളർച്ച ആഗ്രഹിക്കുക, സ്ഥാപിച്ച് ഉറപ്പിക്കുന്നതിന് പകരം. ലെസൺ 4 ദ വൈ ഓഫൻ പ്രൂവ്സ് എലൂസീവ്, എന്തിനെന്ന ചോദ്യം അപ്രസക്തമാണ് അല്ലെ അവ്യക്തമാണ്. ലെസൺ നമ്പർ 5 ട്രസ്റ്റ് ഇൻ ദ ഫേസ് ഓഫ് ആംഗ്വിഷ്, വേദനയുടെ അനുഭവത്തിലും ആശ്രയിക്കുക. 6 വി എമേർജ് when we learn what God is teaching. ദൈവം നമ്മെ എന്താണ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് നാം മനസ്സിലാക്കുമ്പോൾ നാം ഉയരുവാനിടയായിത്തീരും. ഇന്ന് രാത്രികാലം നമ്മളെ തന്നെ ഒരു നിമിഷം കണ്ണുകളിൽ നിന്ന് അടയ്ക്കാം. നമ്മളെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. where are we standing? ദൈവമേ, ഞാൻ ജീവിതത്തിൽ അനുഭവിക്കുന്നതെല്ലാം നീ അറിയാവുന്ന ജീവിതത്തിൽ സംഭവിക്കുന്നില്ല, എല്ലാം എൻ്റെ നന്മയ്ക്കെന്ന് നാം മനസ്സിലാക്കണം. ദൈവം ഇങ്ങനെ വായിക്കുന്നു, സകലവും നന്മയ്ക്കായി അല്ലെ, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന കർത്താവ്. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുക എല്ലാം നന്മയ്ക്കാണ്. ഒറ്റ ചോദ്യം, our trials can make us bitter or better അല്ലെ. There are two things that can do to us. It can make us either better or better. Let us examine ourselves and see, look into ourselves and see, what is our trials doing to us? Is it making us bitter or is it making us better? ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. സമയം ബിനോയ് നന്ദി അറിയിക്കുന്നു.